ജനതാദൾ പ്രവർത്തകരെ ജീപ്പ് ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 6 പേരെ വെറുതെ വിട്ടു. 1/4 നൂറ്റാണ്ട് തങ്ങളെ വേട്ടയാടിയിട്ടും തളർത്താനായില്ലെന്ന് വിധിക്ക് ശേഷം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. ഏതായാലും നീതിയും നിയമവും ജയിക്കുക തന്നെ ചെയ്യും. 1/4 നൂറ്റാണ്ട് വേട്ടയാടി. ആ വേട്ടയാടലൊന്നും ഞങ്ങൾ തളരാൻ നിന്നില്ല. ഞങ്ങളെ തകർക്കാനും കഴിയില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും നല്ല വേട്ടയാടലും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അത് തന്നെയാണ്. അപ്പോൾ ആ മുന്നോട്ട് പോക്കിൽ ഞങ്ങൾക്ക് ഇത്തരം ബോധപൂർവം ഉണ്ടാകുന്ന കേസുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം അനുഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, 2002 ഈ കേസുമായി ബന്ധപ്പെട്ട് 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഞാൻ ഉൾപ്പെടെയുള്ള 8 പേരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. ഈ പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രയാസകരമായ സംഗതിയാണ്. 5 ദിവസമായിരുന്നു അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇല്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്ത് ഉണ്ട് എന്ന് വരുത്തി തീർത്ത്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും സമ്മതിച്ചിരുന്നില്ല, അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് ഒരു മർഡർ കേസാക്കി മാറ്റി ഞങ്ങൾ 25 വർഷം, ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് വേട്ടയാടുകയാണ് ചെയ്ത്. ഇതിലൊന്നും കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും വന്നിട്ടില്ല. ഇനിയും ഞങ്ങളുടെ മുന്നോട്ട് പോക്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ ഒരു രാഷ്ട്രീയ ശക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് കോടതി. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, പ്രവർത്തകരായ അത്തിമണി അനിൽ, കൃഷ്ണൻകുട്ടി, ഷൺമുഖൻ, പാർത്തൻ, ഗോകുൽദാസ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. വണ്ടിത്താവളം സ്വദേശികളും ജനതാദൾ പ്രവർത്തകരുമായ ശിവദാസ്, കറുപ്പസ്വാമി എന്നിവരെ ജീപ്പിടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് അതിവേഗ കോടതിയുടെ വിധി. 2002 ശിവദാസും കറുപ്പസ്വാമിയും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ജീപ്പിടിച്ചായിരുന്നു കൊലപാതകം. ആദ്യം അപകട മരണമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പിന്നീട് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നത്. CCN പാലക്കാട്.